നമ്മളൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹാങ് ഓവറിലാണ് അമ്മ പിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് കാൽപ്പനിക് സ്റ്റൈൽ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇതാണ് നമ്മുടെ തലയിലെ കളർ. അതെ കണ്ടു ഇത്ര ഇനി മുടി വളർത്തിയാണ് സുതി അല്ലേ? അതെ, ഒരു പ്രാവശ്യം മുടി ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അവിടെ മുടിയൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പൊ ഫാഷനിലേക്ക്. അതെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇന്ന്. ബാക്കി അതിന്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് ഓടിപ്പോയി കണ്ടിട്ടോ അല്ലേ? നമ്മളൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹാങ് ഓവറിലാണ് അമ്മ പിരിക്കുന്നത്. അതെ 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 അതെ. ഞാനും അതെ ചെറുതായിട്ട് ശ്രുതിയൊക്കെ വേറെ എന്താണ്ടൊക്കെ മുഖത്തൊക്കെ വെച്ചിരിക്കണ്ടായിരുന്നു. മുടി മാത്രം വെട്ടിയേക്കണല്ല അമ്മ കളർ ചെയ്ത് മുടിയിൽ അതൊക്കെ നമ്മൾ എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചൊന്നുമില്ലായിരുന്നു. ചെയ്ത കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് പോയി കണ്ടിട്ടോ അല്ലേ? അതെ, ഓടിപ്പോട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ടോ. ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആളുടെ മുടിയും വെട്ടി കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ജോലിക്ക് പോയേക്കാണ് ഇപ്പൊ തക്കു. ചേച്ചിക്കായിരുന്നു മെയിൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതെ 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 അതെ. തക്കുവിന്റെ മുടി ഷേപ്പ് ചെയ്യാനാണ് ഞങ്ങൾ തക്കുവിന് കൂട്ടുകാരായിട്ട് ഞാനും ശ്രദ്ധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ കൂട്ടുപോയി. അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. എന്തായാലും ഒഴുകി പോയല്ലേ? അങ്ങനെ പോയപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തു ചെയ്യാൻ വേണ്ടി മാത്രം പോയതല്ല. അതെ, ചേച്ചി ഒരു മുടിയൊക്കെ വെട്ടുമ്പോ ഇങ്ങനെ അളവൊക്കെ ഒന്ന് പറയണമെങ്കിൽ ഒരാള് വേണ്ടേ? അപ്പൊ നിങ്ങള് എന്നാലും എനിക്കൊരു ശ്രുതിയും സുധുവും പോയി 3 വരുമോ ഞങ്ങള്. ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേറെ ലുക്കിലൊക്കെ ഭയങ്കര ലുക്കിലേക്കാണ് പോയേക്കണം. ആൾക്ക് ഇത്ര ദിവസം കോൺഫിഡൻസ് ഉണ്ടായില്ല. മാറിയപ്പോ മുതലേ പിന്നെ ചേച്ചിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അപ്പൊ മുതലേ ഇങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞ് കുറെ നാളെ നടക്കണത്. അതെ, അപ്പൊ നിങ്ങളൊന്ന് ഓടിപ്പോയിട്ട് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് കാൽപ്പനിക് സ്റ്റൈൽ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കണത്. ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഇവിടുത്തെ രീതി എങ്ങനെയൊക്കെയാണ് ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ ഇവിടെ ഹെയർ കട്ട് ചെയ്തത് അങ്ങനെ തന്നെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഹെയറിലൊന്നും ചെയ്തില്ല, ഞാൻ ഫേസിൽ മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അമ്മയുടെ ഒന്ന് അഴിച്ചിട്ടേ തിന്നാലേ കാണുള്ളൂ. കണ്ട നല്ല ഭംഗിയായിട്ട് ഒന്ന് മുടി ഇങ്ങനെ അയച്ചിടുമ്പോഴാണ് ഇതിന്റെ ഭംഗി. മുടിയൊക്കെ വെട്ടിയിട്ട് ഒന്ന് കെട്ടി വെച്ചതാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ മുടിയൊക്കെ വെട്ടി. പിന്നെ അത് ചേച്ചി അവിടെ അതെ അപ്പൊ തന്നെ കെട്ടി വെച്ച്. അപ്പൊ ചേച്ചി ഇവിടെ ത്രെഡ് ചെയ്യാനായിട്ടിരിക്കുന്നതാണ്. ചേച്ചിയുടെ ഹെയർ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോന്റെ ഓണർ ചേച്ചിയാണ്. അപ്പൊ നമുക്ക് എല്ലാ വർക്കും ചെയ്തൊക്കെ തന്നുകൊണ്ടിരിക്കണായിരുന്നു. നമ്മള് വന്ന് ഭയങ്കര സന്തോഷമായെന്നൊക്കെ പറയുമ്പോ നമ്മള് കല്യാണത്തിനൊക്കെ മുന്നേ മുതൽ കണ്ണനായിട്ട് അറിയാമായിരുന്നു തോന്നുന്നു ചേച്ചി. ഞാൻ കാണുന്നത് കല്യാണത്തിനൊന്ന് വന്നപ്പോഴാണ് കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇപ്പൊ ഇവിടെ ഒരു പാർലർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ 1 മാസം ആവണേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാരും. അത് നമ്മുടെ അഭിപ്രായമുള്ള അറിയേണ്ടത്. നമ്മളിവിടെ സത്യം പറഞ്ഞാൽ വൈകിയാണ് ഇവിടെ എത്തിയത്. വൈകി എത്തിയിട്ടും ഇവിടെ സ്റ്റാഫും ചേച്ചിയും എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിക്കണേ. ഒരു ഇപ്പൊ എത്ര മണിയായിട്ടുണ്ട്? 9 മണിയായി. സത്യം പറഞ്ഞാൽ 6:30 ഷോപ്പ് അടക്കണേണ്. പക്ഷെ ഇത്ര നേരമായിട്ടും അടക്കാൻ പറ്റിയിട്ടില്ല. വൈകിയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ആരെങ്കിലും 6:30 കഴിഞ്ഞിട്ടൊക്കെ വന്നാലും ഇവിടെ ചെയ്തു തരും അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ബ്രൈഡൽ വർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് വന്നിട്ട് കുറച്ചധികം നേരം ലേറ്റ് ആയെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമുക്ക് സർവീസ് ഒക്കെ തന്ന് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇരിക്കണേ. അപ്പൊ ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു ത്രെഡിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും. ശരിക്കും ഇത് വരുന്നത് നമ്മുടെ പെരുവാരം അമ്പലം മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്, നോർത്ത് പറവൂര്. നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ ലൊക്കേഷൻ പറയാൻ പറ്റണത്. ബജാജ് ഷോറൂമിന്റെ കുളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് നോർത്ത് പറവൂര് പെരുവാരം അമ്പലം കേട്ടോ. അപ്പൊ അവിടെയാണ് ചേച്ചിയുടെ നോക്കുമ്പോ തന്നെ കാണൂല അല്ലേ? ഫസ്റ്റ് ഫ്ലോറിലാണ്, മേലയിലാണ് ഉള്ളത്. അപ്പൊ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എവിടെയാണെന്നൊക്കെ ഉള്ളത് അറിയും. പിന്നെ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങളിരുന്ന് അതും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കിയിരുന്നു. ഞാനിപ്പോൾ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത്, അമ്മ മുടിയൊന്ന് വെട്ടി, ചേച്ചി മുടി വെട്ടി കളർ ചെയ്ത്, അമ്മയും കളർ ചെയ്ത്, അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ത്രെഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത്.
അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല 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 കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നല്ലേ നമ്മള്. നല്ല പെരുമാറ്റം, നന്നായിട്ടൊക്കെ ചെയ്യുന്നൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അതെ, എന്തായാലും ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ മുടി കൊറേ ഇങ്ങനെ പാല് പോലെ സൂപ്പർ, ഒന്നും പറയാനില്ല. ചേച്ചിമാരൊക്കെ അടിപൊളിയായിരുന്നു. കോല് പോലെയൊക്കെ ആയിട്ടൊരു ആകെ നമ്മൾ സൂക്ഷിക്കാണ്ടൊക്കെ ആയിരുന്നു. ഈ തിരക്കിൻ്റെ സൂക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കുളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊ കൈകൊട്ടിക്കളിയും അതും ഇതൊക്കെ ആയിട്ട് കിടക്കണം. അപ്പൊ ഇപ്പൊ മുടിയൊക്കെ സെറ്റാക്കി തന്നു. ഇപ്പൊ ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴും ഒരു ഭംഗിയുണ്ട്, വൃത്തിയുണ്ട്. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി. ശ്രദ്ധിക്കാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ ഫേസിൽ ഒരു ഫേഷ്യലാണ് ചെയ്തത്. ഞാൻ ഹെയറിലൊന്നും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹെയറിൽ തൊട്ടിട്ട് എല്ലാവരും എന്നോട് ചീത്ത പറഞ്ഞില്ലേ ഹെയറിൽ. പിന്നെ എനിക്ക് തോന്നി അമ്മ ഹെയറിൽ മാത്രം തൊട്ടുള്ളൂ. അപ്പൊ മുടിയിൽ അങ്ങനെ അധികം പരീക്ഷണങ്ങൾ ചെയ്തില്ല. എല്ലാവരുടെ അഭിപ്രായവും പിന്നെ അതെ, ഇത് ശരിയായി വരണേ ഉള്ളൂ. ഇതിനി ഒന്ന് വളരട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാമല്ലോ. അപ്പൊ ചേച്ചിക്കും അപ്പൊ കുറെ ആയിട്ട് മുടി ഒന്ന് വെട്ടണം എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നതാണ് ഇങ്ങോട്ട്. എന്തായാലും നീ നല്ലൊരു ഏരിയയും നല്ല രസമായിട്ട് ഇവിടെ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നല്ല ഇഷ്ടപ്പെടും. നല്ല എല്ലാം നല്ല നീറ്റായിട്ട് ഒക്കെ ആയിരുന്നു, നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളാണ്. നോക്കിയേ, ഇത് കണ്ട, ഇതാണ് നമ്മുടെ തലയിലെ കളർ. അതെ, കണ്ടു ഇത്ര ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മാത്രമേ ഒരഞ്ചെണ്ണം ചെയ്തില്ലേ? അല്ല 5 ഉണ്ട്. 1 2 3 4 5. ഞാനപ്പോ അപ്പുറത്ത് വേറെ ചെയ്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത്ര കറക്റ്റ് വെച്ചെന്ന് ഞങ്ങൾ 5 എന്നാണ് അവർ പറഞ്ഞത്. അമ്മ അറിഞ്ഞിട്ടില്ല ഇത് ഇത്ര ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ കളർ ചെയ്യണല്ലേ ആദ്യമായിട്ട്. അതൊക്കെ കാണാം അവിടെ. അപ്പൊ സംബന്ധിച്ചാൽ നമ്മുടെ ലൈഫിൽ അമ്മ ആദ്യമായിട്ട് കളർ ചെയ്യണായിരുന്നിട്ട് തക്കു ചെയ്തപ്പോ നമുക്കൊരു ആഗ്രഹം ചെയ്യണമെന്ന്. ഞാനിവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. ചേച്ചി അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ ചേച്ചി നിർബന്ധിപ്പിച്ച് എന്നെ ചെയ്യിപ്പിച്ചു. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആ സാധനമൊക്കെ വെച്ച് കിടക്കണേ. ആഗ്രഹിക്കുന്ന ഒരു കുഴപ്പമില്ല. ആഗ്രഹിച്ചെന്താണ് പിന്നല്ല. അതെ, ഈ മുടിയൊക്കെ പോണിനൊക്കെ മുന്നേ എല്ലാം നമ്മൾ ചെയ്യണ്ടേ, പരീക്ഷിക്കണ്ടേ എല്ലാരും. അതെ, നാളെ ചത്തോണം മനുഷ്യരാണ്. അതെ. പിന്നെ അങ്ങനെയൊക്കെ എന്റെ മുടിയൊക്കെ പോയി തീർന്നു കണ്ടു. ഇച്ചിരി കോളം മുടി, വെള്ള മുടിയിൽ കളർ നല്ലോണം കൊഴിയുന്നുണ്ട്. വേറെ വാല് പോലെ കിടന്നാറുള്ള നോക്കം വെട്ടാന്ന് ഓർക്കാം. അപ്പൊ അവിടെ ചെന്ന് പിന്നെ നമുക്ക് കട്ട് വെട്ടാന്നൊക്കെ ഒരു പറഞ്ഞു. പക്ഷെ വട കിട്ടാനുള്ളൊരു കൈകൊട്ടിക്കളി പ്രൊഫഷണല് അത് വിട്ടൊരു കളിയില്ല. കെട്ടാൻ പറ്റൂലല്ലോ. ഓ, അതുകൊണ്ട് ലെങ്ത് കുറച്ചില്ല അധികം. ലെങ്ത് ഒട്ടും കുറച്ചില്ലേ? ഇവിടെ നിന്ന് കുറച്ചിട്ട് ലെയർ കുറച്ചില്ല, ലെയർ കൂട്ടിയില്ല. ഇനി ഇവിടെയൊക്കെ ലെയർ ആക്കാം. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എടുക്കും. അയ്യോ, ഭംഗിയായിട്ട് മുടി എടുക്കൂലോ. 55 തെളിമയായിട്ട് നിക്കട്ടെ. ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചോണ്ട് ഇത്തവണ മുടിയിൽ പരീക്ഷിച്ചില്ല. ഇത് മാത്രം ചെയ്തു. അതെ, ഇനി മുടി വളർത്തിയാണ് സുതി അല്ലേ? അതെ, ഒരു പ്രാവശ്യം മുടി നമുക്ക് ലെങ്ത് ഉള്ളവർക്ക് പോയി കഴിയുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷം പോലെ മുടി ഉണ്ടായതാണ് കല്യാണത്തിന്. അതെ, ബാക്ക് ടു ആവുമായിരിക്കും അല്ലേ? ഇച്ചിരി വളർന്നു, ഇനി വളർന്നാ മതിയായിരുന്നു വേഗം. പക്ഷെ മുടി അവരവിടെ ചെന്നപ്പോ പറയണായിരുന്നു ഭയങ്കരമായിട്ട് ഡാമേജ് ആയി, പിളർന്നിട്ടുണ്ടോ? പിളർന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വെട്ടണ്ടാന്ന് പറഞ്ഞു. ഞാൻ തന്നെ വെട്ടിക്കോളാം. അതെ, നിങ്ങൾ എല്ലാവരും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ റീലൊക്കെ എടുത്ത് ഇവിടെ നിൽക്കുന്നത്, ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡ്രസ്സൊക്കെ മാറി അവിടെ ഇവിടെ ഇട്ടിട്ടേക്കാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനി ബാക്കി വിശേഷം ശാന്തമീരാത്തിൽ കളിച്ച് പിന്നെ വേറൊരു സാധനം കൂടി കളിച്ചിട്ടുണ്ട്. അത് നാളെ ഇടുള്ളൂ. ശാന്തമീരാത്തികളൊക്കെ ഇപ്പൊ ഇട്ടുണ്ട് ഡെയിലി. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനി ഇപ്പൊ കാണിക്കാൻ പോയത് നമ്മുടെ മുടി കളർ ചെയ്തിട്ട് എങ്ങനെ ഇന്നലെ വെടിപ്പാട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അവിടെ വെച്ചാൽ. ഇന്നലെ മഴ കാണിക്കാൻ പറ്റിയിരുന്നില്ല. ലൈറ്റിന്റെ നമ്മൾ ഈ സൺലൈറ്റിൽ നിൽക്കുമ്പോ എന്ന കളറാണ് അടിച്ചേക്കണത്. ഭയങ്കരമായിട്ട് എടുത്തറിയണ കളറല്ല. അപ്പൊ വെളിച്ചത്ത് നിൽക്കുമ്പോ നമുക്ക് ഇങ്ങനെ തിളങ്ങണ പോലത്തെ ഒരു കളർ ഇങ്ങനെ കളർ സൂക്ഷിച്ച് നോക്കണോട്ടാ അല്ലേ? അതെ, അല്ല ഇപ്പൊ കളറായിട്ടുണ്ട്. ഇപ്പൊ കളറേ കാണിച്ചു തരാട്ടാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ വിശേഷം പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ വരുന്നു. അപ്പൊ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.